ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് എക്സ്പോ 2020 അവിടെ ഗാർഡൻ ഇൻ ദ സ്കൈയിൽ ഇന്നൊരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട്. മീൻസ് അവിടെ നമുക്ക് ഫ്രീ എൻട്രി ആണ്. അത് കാരണം ഞങ്ങൾ അവിടെ പോയി. അപ്പം കുറേ നാളായി അല്ലെങ്കിൽ എക്സ്പോ 2020 കണ്ടിട്ട്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഗാർഡൻ ഇൻ ദ സ്കൈയിൽ, കാരണം ഫ്രീ എൻട്രി ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു സസ്റ്റൈനബിലിറ്റി പവലിയൻ ഉണ്ടായിരുന്നു, അവിടെ കയറി. കാരണം അവിടെ എൻട്രി ടിക്കറ്റ് 100 ദിർഹമാണ്, പക്ഷേ അതിന് ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ എത്തി. അപ്പം അത്യാവശ്യം നല്ല സസ്യങ്ങൾ അതിൻ്റെ ചുറ്റും നട്ടിട്ടുണ്ട്. അവർ നല്ല രീതിക്ക് അത് വെള്ളമൊക്കെ ഒഴിച്ച് വാട്ടർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു തണുത്ത ഒരു കാറ്റും ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ് സസ്റ്റൈനബിലിറ്റി പവലിയൻ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. Wetlands filter and clean water as well as the products of our forest from the quality. This is also very important habits for wildlife. അപ്പം അത് ഞാൻ റീഡ് ചെയ്യുന്ന ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം അത് നമ്മുടെ എക്കോസിസ്റ്റം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കുറച്ച് നേരം നമുക്കവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സസ്റ്റൈനബിലിറ്റി പവലിയൻ എന്ന് പറയുമ്പം അതിൻ്റെ കറക്റ്റ് പേര് വരുന്നത് ടെറ സസ്റ്റൈനബിലിറ്റി പവലിയൻ എന്നാണ് കേട്ടോ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി പവലിയൻ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അതിലേക്കൂടെ കുറച്ച് നേരം നടന്നപ്പോഴത്തേന് നമുക്ക് അവിടുത്തെ അവർ ചെയ്തേക്കുന്ന ഓരോ വർക്കുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം നമുക്കത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഗാർഡൻ്റെ സ്കൈയിലോട്ടാണ് പോയത്. ബട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു.